ജീവിതത്തിൽ ആയുസ് നഷ്ടപ്പെട്ടവന് എന്ത് പകയും വിദ്വേഷവും. മരണം മുന്നിൽ കണ്ടവന് ഈശ്വരനെ വിളിച്ച് വിലപിക്കാനല്ലേ സമയം കാണൂ? മനസ്സിലായില്ല. ദൈവത്തിന്റെ ക്രൂരത ക്യാൻസറിന്റെ രൂപത്തിൽ എന്റെ കരള് കാർന്നു തിന്നു കഴിഞ്ഞു. शाली, 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 शाली। शाली, 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 शाली। शाली, 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 शाली। ഇത് ശാലിനിയുടെ ചെരുപ്പാണല്ലോ. ശാലിനി, ശാലിനി, എന്തെവിടെ? അത് ശരി, ആശ്രമം മുടിപ്പിക്കാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജാ. അത് പിന്നെ ഒരുമിച്ച് കക്കാനായി പ്ലാൻ ചെയ്തു വരുമ്പോ അതിന് പറ്റുന്ന സ്ഥാനമാനങ്ങൾ തന്നെ വാങ്ങിച്ചെടുക്കുമല്ലോ, അല്ലേ? അതല്ലേ ശീലം. അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ആരെ കാണാൻ വന്നത്?
സ്വാമിയെ കാണാനാണെങ്കിൽ ഇന്ന് നടക്കൂല. സ്വാമിയെ എനിക്കൊന്ന് കാണണ്ട. സ്വാമിയെ ഞാൻ മറ്റൊരു ദിവസം കണ്ടോളാം. അപ്പൊ പിന്നെ ആരെ കാണാനാണ്? എന്നെ കാണാനാ. ആ, അടിപൊളി. രണ്ടുപേരും കൂടെ വീണ്ടും പുതിയ രംഗത്തിനിറങ്ങാനുള്ള പുറപ്പാടാണ്. ചേകവരായി പോയില്ലേ, യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. പണവും സ്വാധീനവും പദവിയും ഉള്ളവരടുത്തേക്ക് പഴയ യുദ്ധതന്ത്രങ്ങളുമായിട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? പണ്ട് നിങ്ങൾ പൊട്ടാസ് പൊട്ടിക്കുന്നത് കണ്ട് പേടിച്ചിരുന്ന ആളല്ല ഇന്നത്തെ ശാലിനി. ഒരു ജില്ല ഭരിച്ച് തഴക്കവും പഴക്കവും വന്ന ആളാണ്. ഏത് രീതിയിലാണ് തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും രണ്ടാം യുദ്ധത്തിന് തയ്യാറായി. ഇനി ശത്രുവിന്റെ ശക്തി കണ്ട് പതറിയിട്ട് കാര്യമില്ലല്ലോ. യുദ്ധതന്ത്രം അല്പം ഒന്ന് മാറ്റിപ്പിടിച്ചു. കാരണം ജീവിതത്തിൽ ആയുസ് നഷ്ടപ്പെട്ടവന് എന്ത് പകയും വിദ്വേഷവും. മരണം മുന്നിൽ കണ്ടവന് ഈശ്വരനെ വിളിച്ച് വിലപിക്കാനല്ലേ സമയം കാണൂ. മനസ്സിലായില്ല. ദൈവത്തിന്റെ ക്രൂരത ക്യാൻസറിന്റെ രൂപത്തിൽ എന്റെ കരള് കാർന്നു തിന്നു കഴിഞ്ഞു. കൂടി വന്ന 2-3 മാസം, അതിനുള്ളിൽ ഈ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു പോകാൻ നിൽക്കുന്നവന് ഇനിയുള്ള ഒരേ ഒരു ആഗ്രഹം എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഏട്ടന്റെ കൂടെ മരണം വരെ കഴിയുക. ആ മോഹം ഏട്ടനെ കണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞ് ആ വീട്ടിൽ ഏത് സമയത്തും സ്വാതന്ത്ര്യത്തോടെ കയറി ചെല്ലാനുള്ള അനുവാദവും വാങ്ങി വന്നിരിക്കുകയാണ് ഞാൻ. ഇനി എനിക്ക് മരണത്തെ വരവേറ്റാൽ മാത്രം മതി. കാരണവരെ, നിങ്ങൾക്കിത് ദൈവം അറിഞ്ഞു തന്ന ശിക്ഷ. ആ കുടുംബത്തോട് നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾക്ക് ദൈവത്തിന്റെ നീതിന്യായ കോടതിയിൽ നിന്നുള്ള ശിക്ഷ. ഇത് നിങ്ങൾ അനുഭവിച്ചു വെക്കൂ. ഇത് കണ്ട് ഇനിയെങ്കിലും നീ നന്നായാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീ കണ്ടില്ലേ, വെട്ടിപ്പിടിച്ച് കൂട്ടിയതും തട്ടിപ്പറിച്ച് കൂട്ടിയതും എല്ലാം തിരിച്ചു കൊണ്ടുപോകാനാവാതെ മരണത്തിന് കീഴടങ്ങാൻ പോവാണ്. ഈ അവസാന നിമിഷത്തില് ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് സ്വയം ഒരു തോന്നലുണ്ടാവുന്നുണ്ടോ? ഒരു പശ്ചാത്താപം. അതിന് ഏറ്റവും നല്ല സ്ഥലം ഇനി ഇത് തന്നെയാ, ദൈവീകം. ഇവിടത്തെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കുകൊണ്ടാൽ കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ കണ്ടു മനസ്സിലായിക്കോ, ഇപ്പോഴേ പശ്ചാത്താപം തോന്നി തുടങ്ങിയ ആയുസിന് കോട്ടം തട്ടത്തില്ല. ശരി എന്നാ. അപ്പൊ കൂടെ നിൽക്കാമെന്നോ ആ കുടുംബം തകർക്കാമെന്നോ ഒരുമിച്ച് നിന്ന് പക വീട്ടാമെന്നോ ഒക്കെ പറഞ്ഞ് എന്നെ വെറുതെ മോഹിപ്പിക്കായിരുന്നല്ലേ? എന്തിന്? ഇങ്ങനെ ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാണ് സുസ്മിതയെ ആ വീട്ടിലേക്കൊന്ന് കയറുന്നത്? സത്യസന്ധമായി ഏട്ടാന്ന് വിളിച്ച് ചെന്നാല് എന്നെ ആ വീടിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കുവോ? ഒരിക്കലും അടുപ്പിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ആ വീട്ടിൽ കയറി പറ്റാനുള്ള എന്റെ ബുദ്ധി അതൊന്നു മാത്രമായിരുന്നു, ഈ ക്യാൻസർ രോഗം. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ശുദ്ധ തട്ടിപ്പ്.